എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എന്തായി ഗ്രൂപ്പ് ഡി എക്സാം അപ്ഡേറ്റ്? ഇതൊരുപാട് കമൻസ് നമ്മുടെ വീഡിയോസിൻ്റെ താഴെ നിൽക്കുന്നതേ പോലെ കാണാൻ പറ്റും. ഞാൻ അതിൽ കുറച്ച് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി കമൻസ്, ഓരോ വീഡിയോയുടെയും താഴെ ഒത്തിരി കമൻസ് ഉണ്ട്. കാര്യം, ഗ്രൂപ്പ് ഡി എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നവംബർ 17 എക്സാം സ്റ്റാർട്ട് ചെയ്യുമോ? പുതുതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് വന്നോ? 13 ഒരു കേസ് നടക്കാൻ പോവുകയില്ലേ? 4-ാം തീയതി നടന്ന കേസിന്റെ അപ്ഡേറ്റ് എന്തായി? അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ നോക്കുക, നവംബർ 17 എക്സാം നടക്കാൻ ചാൻസ് ഉണ്ടോ? ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടേക്കുന്ന നോട്ടിഫിക്കേഷൻ, എക്സാം അപ്ഡേറ്റ്. നവംബർ 17 മുതൽ ഡിസംബർ വരെ എക്സാം നടക്കാൻ പോകുന്നു എന്ന ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം കലണ്ടറാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് നവംബർ 17 എക്സാം നടക്കുമെങ്കിൽ കൃത്യമായിട്ട് റെയിൽവേ തന്നെ പറയുന്നുണ്ട്. കണ്ടായിരുന്നു, 10 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായിട്ടും 10 ദിവസങ്ങൾക്ക് മുമ്പ് എക്സാം സിറ്റി ഇൻറ്റിമേഷൻ നമുക്ക് മെയിലിൽ വരും. അതായത് നവംബർ 17 ആർക്കെങ്കിലും എക്സാം നടക്കുന്നുണ്ടെങ്കിൽ നവംബർ 7 അവർക്ക് അതിന്റെ അപ്ഡേറ്റ് വരും. നവംബർ 18 എക്സാം നടക്കുന്നുണ്ടെങ്കിൽ നവംബർ 8 അവരുടെ മെയിലിൽ വരും, എക്സാം സിറ്റി ഇന്ന സ്ഥലത്ത് വെച്ച് എക്സാം നടക്കുന്നു. അതേ കണക്ക് നവംബർ 19 എക്സാം നടക്കുന്നെങ്കിൽ 9-ാം തീയതി വരും. 20 എക്സാം നടക്കുന്നെങ്കിൽ 10-ാം തീയതി വരും. പക്ഷേ ഇന്നേ ദിവസം വരെ, ഞാൻ ഈ പറയുന്ന മൊമെന്റ് വരെ ശ്രദ്ധിച്ചേക്കുക, ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ആ സമയം വരെ ഒരാൾക്കും എക്സാം സിറ്റി ഇൻറ്റിമേഷൻ അപ്ഡേറ്റ് വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നവംബർ 17 എക്സാം നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. നവംബർ 17 ആയിക്കോട്ടെ, 18 ആയിക്കോട്ടെ, 19 ആയിക്കോട്ടെ, 20 ആയിക്കോട്ടെ, ഈ 4 ദിവസങ്ങളിൽ എക്സാം രാജ്യവ്യാപകമായിട്ട് നടക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ അങ്ങനെ നടക്കുമായിരുന്നെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ, രാജ്യത്ത് എവിടെയെങ്കിലും ഉള്ള ആർക്കെങ്കിലും ഒക്കെ അതിന്റെ സിറ്റി ഇൻറ്റിമേഷൻ വന്നതിന്. പക്ഷെ ഇതുവരെ ആർക്കും വന്നിട്ടില്ല. അപ്പൊ അവിടെ ഇവരാരെങ്കിലും ഒരാൾ ഒരു പ്രോപ്പറായിട്ട് ഒരു അപ്ഡേറ്റ് തരേണ്ടതുണ്ട്. അപ്പൊ എന്തുകൊണ്ട് തരേണ്ടതുണ്ടെന്ന് ചോദിച്ചാൽ, 1,12,00,000 ആൾക്കാർ അപ്ലൈ ചെയ്ത പരീക്ഷയാണ്. 1,12,00,000 ആൾക്കാർ ഒരു ചെറിയ സംഖ്യയാണോ? അല്ല, ഒരിക്കലും ഒരു ചെറിയ സംഖ്യയല്ല. ഇപ്പൊ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അവന് മനസ്സമാധാനത്തോടെ പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ പഠിച്ചോണ്ട്, ഇത് കേൾക്കുന്ന ഓഡിയൻസ് മൊത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ പഠിക്കാനായിട്ട്? താഴെ ഒന്ന് കമന്റ് ഇട്ട്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പ്രോപ്പർ അപ്ഡേറ്റ് ഇല്ല, എന്ന് എക്സാം നടക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യും? അൺസർട്ടനിറ്റി ആവും. അതായത് എവിടെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ നമ്മുടെ എല്ലാ കുട്ടികളോടും, നമ്മുടെ ബാച്ചിനകത്തുള്ള എല്ലാ കുട്ടികളോടും ലൈവ് ഇട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമ്മളിങ്ങനെ ലൈവ് ഇട്ട് പറയും, മക്കളെ നിങ്ങൾ ബ്രേക്ക് കൊടുക്കരുത്, ഒരിക്കലും ഇതിന്ന് ചിന്ത മാറിപ്പോകരുത്, എക്സാം നടക്കും, എന്തൊക്കെ സംഭവിച്ചാൽ എക്സാം നടക്കും, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തീയായിട്ട് നമ്മുടെ കുട്ടികളുടെ പറയുന്നുണ്ട്. പക്ഷെ ഇതേപോലെ എല്ലാവരോടും പറയണമെന്നില്ല, എല്ലാ സ്ഥലത്തും പറയണമെന്നില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരാൾക്ക് അത് പറയണമെന്നില്ല. അപ്പോൾ ഒരു അപ്ഡേറ്റ് ഇതുവരെ ആരുടെ ഭാഗത്തും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരും, എന്തായി കാറ്റിന്റെ അപ്ഡേറ്റ്? സോ കാറ്റിന്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ, നോക്കിയതാ ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടും അവിടെ കാണിക്കുന്ന എന്താണ്? പെൻഡിങ് ആണ് കാണിക്കുന്നത്. കണ്ടോ, ഓർഡർ വന്നിട്ടില്ല. അതായത് ഡേറ്റ് നോക്കുകയാണെങ്കിൽ, ഡേറ്റ് എന്നായിരുന്നു? ഡേറ്റ് 4-ാം തീയതി ആയിരുന്നു ഡേറ്റ് വന്നിരുന്നത്. പക്ഷേ അവിടെ ഇപ്പോഴും പെൻഡിങ് ആണ് കാണിക്കുന്നത്. 4-ാം തീയതി ആയിരുന്ന കാറ്റിന്റെ ഹിയറിംഗ് അവിടെ ഇപ്പോഴും പെൻഡിങ് ആണ് കാണിക്കുന്നത്. ഇനി നമ്മൾ ഡൽഹി ഹൈക്കോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ഡൽഹി ഹൈക്കോർട്ടിലും ഒരു കേസ് ഉണ്ട്. ആ കേസ് നെക്സ്റ്റ് ഡേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഡേറ്റ് വരുന്നത്, എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഡേറ്റ് വരുന്നത് നോക്കി ഇതാടപ്പുണ്ട്. ഇവിടെ 13-ാം തീയതിയാണ് നെക്സ്റ്റ് ഡേറ്റ് വരുന്നത്. 13/11/2025 അടുത്ത ഹിയറിംഗ് വരുന്നത്. നവംബർ 17 പരീക്ഷയാണ്, പക്ഷെ നീട്ടി കൊണ്ടുപോകുന്നു. ഇവിടെ 3 ആൾക്കാർ ഒരു അപ്ഡേറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നുകിൽ റെയിൽവേ, ഓക്കെ എക്സാം ഇങ്ങനെ അൺസർട്ടനിറ്റിയാണ്, നമ്മൾ ഇന്ന മാറ്റി വെച്ചേക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരു സമാധാനവും. രണ്ടാമത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ്? അപ്പൊ ഈ പഠിക്കുന്ന കുട്ടികൾ 1,12,00,000 ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ 0.8% ഒക്കെയാണ്. അപ്പോൾ അവിടെയും ഒരു തീരുമാനമായിട്ടില്ല. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വന്നിട്ടില്ല, കാറ്റിന്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വന്നില്ല, ഹൈക്കോർട്ടിന്റെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ് വന്നിട്ടില്ല. നീട്ടി കൊണ്ടുപോയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു രാജ്യത്ത് ഒരു കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയാണ്. 1,12,00,000 ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴെൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോകുന്നത്, ഞാനെന്നല്ല, ഏതൊരു സിറ്റിസൺ ആയാലും, ഏതൊരു പൗരനായാലും, ആ പൗരന്റെ മനസ്സിനകത്ത് പോകുന്നത് എങ്ങനെയായിരിക്കും? 1,12,00,000 ആൾക്കാരെ ബാധിക്കുന്ന ഒരു കേസിന്റെ അവസ്ഥ ഇത്രയും നീട്ടിക്കൊണ്ടു പോകുന്നെങ്കിൽ, ഒരു സാധാരണ സിറ്റിസൺ ഒരു കേസ് കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു സിവിൽ കേസ് 10 വർഷം, 15 വർഷം, 20 വർഷമൊക്കെ നീട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇനി കോടതി ലക്ഷ്യം. ഓക്കെ, പോട്ടെ. സോ ഇതുവരെ ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. ഇത്
ഞാൻ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയുടെ ആദ്യമേ കട്ട് ചെയ്ത് ഞാൻ പറയാം കേട്ടോ എഡിറ്ററിൻ്റെ അടുത്ത്. കാര്യം അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു തമ്മിൽ ഇട്ടിട്ട് ഒരു കുട്ടിയെ ഒരു വീഡിയോയിലേക്ക് കയറ്റിക്കൊണ്ടുവരേണ്ട ആവശ്യം സൂപ്പർ നോട്ട്സിൽ അങ്ങനെ ചെയ്യത്തില്ല. സൂപ്പർ നോട്ട്സിൻ്റെ ഒരു തീം അങ്ങനെയല്ല. കാര്യം കയറുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഒരാൾക്കും ഒരു എക്സാം സിറ്റി ഇൻറ്റിമേഷനോ ബാക്കിയോ ഒന്നും വന്നിട്ടില്ല. നവംബർ 17 എക്സാം നടക്കാനുള്ള സാധ്യത കുറവാണെന്ന് തന്നെ പറയാം, തീർച്ചയായിട്ടും കുറവാണെന്ന് തന്നെ പറയാം. മേ ബി ചിലപ്പം നീളാം. പക്ഷെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് ഉറപ്പ് പറയാൻ പറ്റും, എക്സാം എന്തായാലും നടക്കും. ചിലപ്പോൾ ഒരു 10 ദിവസം നീളുമായിരിക്കും, 15 ദിവസം നീളുമായിരിക്കും, പക്ഷേ എക്സാം ഉറപ്പായിട്ടും നടക്കും. ഇത് ആരെങ്കിലും ഒഫീഷ്യലായിട്ട് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ റെയിൽവേ ആണ് കേട്ടോ. കാര്യം റെയിൽവേ എല്ലാത്തിലും നോട്ടീസിലും പറയുന്നുണ്ട് ബാക്കി ഉള്ള അപ്ഡേറ്റ്സ് നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഡേറ്റ് മാറ്റം ഉണ്ടെങ്കിൽ റെയിൽവേ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. സോ ഞാൻ ഈ പറഞ്ഞ പോലെ 10 ദിവസം മുമ്പേ എക്സാം സിറ്റി ഇൻറ്റിമേഷനൊക്കെ വരേണ്ടതായിരുന്നു. അതൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. 4 ദിവസങ്ങൾക്ക് മുമ്പേ സെൻട്രൽ ലൊക്കേഷൻ അത് വരേണ്ടതാണ്. അത് 13-ാം തീയതി നമുക്കറിയാം. 13-ാം തീയതി അങ്ങനെ വരത്തില്ല. സിറ്റി ഇൻറ്റിമേഷൻ വന്നാലേ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് കറക്റ്റ് സെൻറ്റർ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മക്കളെ, ഒരു കാരണവശാലും പ്രിപ്പറേഷനിൽ ബ്രേക്ക് കൊടുക്കരുത്. ഇത് നമ്മൾ നമ്മുടെ ബാച്ചിൽ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇവരെ കട്ടയ്ക്ക് നമ്മൾ കൂടെ നിർത്തി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇത് യൂട്യൂബിൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് അവരോടും കൂടെ പറയാനുള്ളത്, നിങ്ങൾ ബ്രേക്ക് കൊടുക്കരുത്. ബ്രേക്ക് കൊടുത്താൽ, നമ്മളെ പഠിത്തത്തിൽ നിന്ന് ബ്രേക്ക് കൊടുത്താൽ നമ്മൾ വീഴും, ഉറപ്പായിട്ടും വീഴും. കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ പ്രിപ്പറേഷനിൽ നിന്ന് 5 ദിവസം ഗ്യാപ്പ് എടുത്താൽ, വെറും കൂടുതലൊന്നും വേണ്ട മക്കളെ, 5 ദിവസം ഗ്യാപ്പ് എടുത്താൽ നിങ്ങൾ 6ാമത്തെ ദിവസം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. ഒന്നും നിങ്ങളുടെ മനസ്സിന് ഓർമ്മ കാണത്തില്ല. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം, കോമ്പറ്റീഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് കോമ്പറ്റീഷൻ കുറയുന്നു? ഒരാൾക്കും പഠിക്കാനായിട്ടുള്ളൊരു ഇത് വരുന്നില്ല. കാര്യം ഇങ്ങനെ അനിശ്ചിതത്തിൽ മൊത്തം നിൽക്കുകയാണ്. എല്ലാവരുടെ മനസ്സിനകത്ത് മെസ്സാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മനസ്സിനകത്തുള്ള അവസ്ഥ എന്താണ്? താഴെ കമൻറ്റ് ഇട്ടേക്കണം, മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളോട് ഞാൻ പറയാണ്, നിങ്ങൾ നന്നായിട്ട് പഠിച്ചോ, ബ്രേക്ക് കൊടുക്കരുത്. എക്സാം നടക്കും, ഉറപ്പായിട്ടും നടക്കും. നമുക്ക് ഓരോ ദിവസം നീളും തോറും നമുക്ക് പഠിക്കാൻ സമയം കിട്ടുകയാണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. കുറച്ച് ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ, അത് നന്നായിട്ട് വർക്ക് ചെയ്യാം. 32,000+ വേക്കൻസി കിടപ്പുണ്ട്. NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ദെൻ CGL, CHSL, MTS എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ പോലും ഗ്രൂപ്പ് ഡിയുടെ അത്ര വേക്കൻസി വരത്തില്ല. അത്രയും സാധ്യത മുമ്പിൽ കിടപ്പാണ്. അപ്പം ബ്രേക്ക് കൊടുക്കാതെ നന്നായിട്ട് പഠിച്ചോ. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണെങ്കിൽ സൂപ്പർ നോട്ട്സ് തന്നെ ആദ്യം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. നന്നായിട്ട് പഠിച്ചോ മക്കളെ. ഇനി നിങ്ങൾക്ക് ഒരുപാട് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സൂപ്പർ നോട്ട്സ് വെറും 250 രൂപയ്ക്ക്, വെറും 250 രൂപയ്ക്ക് ഒരു ടെസ്റ്റ് പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മൈക്രോ നോട്ട്സ് ഉണ്ട്, ഒരുപാട് ചാപ്റ്റർ ടെസ്റ്റുകളുണ്ട്, ഒത്തിരി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് മോക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം അതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോ. 250 രൂപ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ, ബ്രേക്ക് കൊടുക്കാതെ വർക്ക് ചെയ്തോ. നമുക്ക് ക്ലാസ്സിക്കാം.